ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 229. നമ്മൾ ഇന്ന് 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 52-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 8 മുതൽ 13 വരെയുള്ള മന്ത്രങ്ങളാണ്. അതിലും ജീവാത്മാവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ പണ്ട് പറഞ്ഞ വിഷയം തന്നെയാണ്, തുടർച്ചയാണ്. അപ്പം അതിലേക്ക് കടക്കാം. ജീവജാലങ്ങളുടെ കർമ്മത്തിലൂടെ നാനാതരത്തിലുള്ള ഭോഗവസ്തുക്കൾ നിർമ്മിക്കുവാനും അവയെ യഥായോഗം വ്യവസ്ഥ ചെയ്യുവാനും പരമപുരുഷനായവൻ സമസ്ത ജീവജാലങ്ങളിലും സാക്ഷി രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പം ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് അവയുടെ കർമ്മം തീരുമാനിച്ചു. ഇതിൻ്റെ നാനാതരത്തിലുള്ള ഭോഗവസ്തുക്കൾ ഉണ്ടാക്കാൻ. ഇപ്പം ലോകം പുരോഗമിക്കുന്നത് ഭൗതിക വസ്തുക്കളുടെ കണ്ടുപിടുത്തങ്ങളുടെയും അവയുടെ നിർമ്മാണത്തിലൂടെയും എല്ലാമാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ ലോകം പുരോഗമിച്ചിരിക്കുന്ന മനുഷ്യനിലൂടെ തന്നെയാണ്. അതിൽ എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുണ്ട്. കാരണം നമുക്ക് തിന്നേണ്ടതെല്ലാം മറ്റുള്ള ജീവജാലങ്ങളെല്ലാം തരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും പങ്കുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരു പൂ കായാകുന്നതിന് എന്ത് വേണം? പരാഗം നടത്താൻ മറ്റുള്ളത് വേണം. അപ്പോൾ എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തിരുന്നു കൊണ്ട് എല്ലാവരെ കൊണ്ടും നാനാതരം കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഭോഗവസ്തുക്കൾ ഉണ്ടാക്കാൻ. എന്തെല്ലാം ഭോഗവസ്തുക്കൾ ഇന്ന് ചുറ്റും നമ്മൾ കാണുന്ന ഇലക്ട്രോണിക് മൊബൈൽ അടക്കം എല്ലാം ഭോഗവസ്തുക്കളാണ്. അതെല്ലാം ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ ചെയ്തുകൊണ്ട് പരമപുരുഷൻ സമസ്ത ജീവജാലങ്ങളുടെയും ഉള്ളിൽ എല്ലാത്തിൻ്റെയും അകത്ത് അത് തന്നെയാണ് എല്ലാമായി മാറിയത്. അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടും അതിനെ നിയന്ത്രിക്കുന്നതും സാക്ഷി രൂപത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതേസമയം ആ ഭൗതിക ലോകമുണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ പ്രളയത്തിലൂടെ അതിനെ നശിപ്പിച്ചിട്ട് പിന്നീട് അത് സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഉണ്ടാക്കും, പുതിയൊരു ലോകം സൃഷ്ടിക്കും, നല്ലൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും, പൊളിക്കും. അപ്പം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പ്രളയത്തിലൂടെ. അപ്പോഴും അതങ്ങനെ നിൽക്കുന്നുണ്ട്. അത് മാത്രമേ സ്ഥായിയായിട്ടുള്ളൂ. അതല്ല എങ്ങനെയാണ് ചെയ്യുന്നത്? സ്വന്തം മഹിമയാൽ ജാഗരൂകനായിട്ട് വർത്തിക്കുന്നു. അപ്പോൾ ആ ശക്തി ജാഗരൂകനായിട്ട് എന്നും സ്ഥിരമായിട്ടുണ്ട്. അതാണ് ബ്രഹ്മം. അവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സയൻസിലൂടെയാണ്. അവൻ സ്വയം ജ്ഞാനസ്വരൂപനാണ്. അവൻ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. സയൻസിലൂടെയാണ് അവൻ ചെയ്യുന്നത്. പ്രപഞ്ചമുണ്ടാക്കിയിട്ട് നശിപ്പിക്കുന്നതെല്ലാം സയൻസിലൂടെയാണ്. നമ്മളൊരു വീട് വെച്ച് നശിപ്പിക്കുന്നത്, ആവശ്യം കഴിയുമ്പോൾ പൊളിച്ച് കളയുന്നതെല്ലാം സയൻസിലൂടെയാണ്. ഈ മൊബൈൽ ഉണ്ടാക്കുന്നത് സയൻസിലൂടെയാണ്. അപ്പോൾ എല്ലാം സയൻസിലൂടെയാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ അവന് സ്വന്തമായി സയൻസ് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ജ്ഞാനസ്വരൂപനാണ്. അപ്പം ഈ സൃഷ്ടിക്ക് പിന്നിലെല്ലാം ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണേണ്ടത്. ആ ജ്ഞാനം കൂടാത്തതും കുറയാത്തതുമാണ്. ആ ജ്ഞാനത്തിന് എന്തില്ല? കൂടലുമില്ല, കുറയലുമില്ല. പിന്നെ എന്തുണ്ട്? ലുബ്ധമാവുന്നുമില്ല. അതാണ് മഹത്തത്വം. കാരണം സയൻസ് കൂടുന്നും കുറയുന്നുമില്ല. അപ്പം നമ്മൾ ചോദിക്കും, സയൻസ് പണ്ട് ഇത്ര സയൻസ് ഉണ്ടായിരുന്നു, നമ്മളിപ്പോഴല്ലേ ഈ സയൻസ് ഇത്രയും പുരോഗമിച്ചത്? യഥാർത്ഥത്തിൽ സയൻസ് ഇവിടെ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ച രഹസ്യം തന്നെയാണ് സയൻസ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മളത് പ്രയോഗിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ വന്ന താമസമാണ്. ഇതെല്ലാം വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രപഞ്ച ആ വേദം എഴുതിയ സമയത്ത് തന്നെ ഗോത്ര കാലഘട്ടത്തിന് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് എല്ലാ ജ്ഞാനവും ലഭ്യമാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തിയ എങ്ങനെയാണ്? ഓരോന്നായി കുറച്ച് കണ്ടെത്തിയാണ് ചെയ്തത്. അപ്പം സയൻസിന് കൂടുതലും കുറച്ചെല്ലാം ഒന്നുമില്ല. 3ഉം 2ഉം കൂട്ടിയാൽ 5 എന്നത് ഇന്നായാലും പ്രാകൃത മനുഷ്യൻ്റെ കാലമായാലും ഇനി പ്രളയത്തിലൂടെ എല്ലാം നശിച്ചു എന്ന് വെച്ചാലും
3 കൂട്ടണ 2 5 തന്നെയാണ്. അപ്പം സയൻസിന് നാശമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാലും ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ ജലമുണ്ടാകും എന്ന തത്വമുണ്ട്. അപ്പം അത് ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനം കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല. നമ്മൾ കണ്ടെത്താൻ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മളെ മനുഷ്യൻ്റെ ഘടന, ജൈനതിക ഘടനയെല്ലാം മനസ്സിലാക്കിയിട്ട് അതേപോലെ ആറ്റങ്ങളെ ചേർത്തിട്ട് മനുഷ്യനെ ഉണ്ടാക്കും. അത് എവിടുന്ന് കണ്ടെത്തിയതാണ്? നമ്മുടെ ശരീരത്തിലുള്ള ജനിതഘടന മനസ്സിലാക്കിയിട്ടാണ്. അപ്പം നമ്മളെ രൂപത്തിൽ തന്നെയാണ് കമ്പ്യൂട്ടറിലെ യന്ത്ര മനുഷ്യനെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. വിമാനത്തിന് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഘടനയാണുള്ളത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ആശയങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ്, പ്രകൃതിയിലെ സയൻസ് തന്നെയാണ്. ആ സയൻസിന് മാറ്റമില്ല, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. സയൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടെത്തിയാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത് തന്നെ പരബ്രഹ്മം. അപ്പോൾ പരബ്രഹ്മം എന്താണ്? ആ ജ്ഞാനമാണ്. പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ള ഒരു സയൻസ് ഉണ്ടല്ലോ, ആ സയൻസ് തന്നെയാണ് പരബ്രഹ്മം, അല്ലാതെ വേറെ ഒന്നുമല്ല. സയൻസ് തന്നെയാണ് പരബ്രഹ്മം, ആ ജ്ഞാനമാണ് പരബ്രഹ്മം. പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ള സയൻസാണ് പരബ്രഹ്മം, അല്ലാതെ വേറെ ഒന്നുമല്ല. സയൻസിലൂടെ തന്നെയാണ് ഇതുണ്ടാകുന്നത്. സയൻസിൽ നിന്നുള്ളൊരു പ്രേരക ശക്തി, അതുതന്നെ പരമാനന്ദ സ്വരൂപം. ആ സയൻസ് തന്നെയാണ് പരമാനന്ദ സ്വരൂപം. ആ ജ്ഞാനം തന്നെയാണ് പരമാനന്ദ സ്വരൂപം. അപ്പം നമ്മൾ പരമാനന്ദ സ്വരൂപം എപ്പോഴാണ് കിട്ടുക? സമ്പൂർണ്ണ ജ്ഞാനം നമ്മൾ നേടുമ്പോൾ. ഈ സമ്പൂർണ്ണ ലോകവും അതിനെ ആശ്രയിച്ചു കഴിയുന്നു. അപ്പോൾ ആദ്യമുള്ള ബ്രഹ്മം, ആ ജ്ഞാനം, ആ സയൻസ്, ഏതൊരു സയൻസിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ആ സയൻസ് തന്നെയാണ് എല്ലാറ്റിൻ്റെയും ആധാരം. എല്ലാം ആ സയൻസിനെ ആശ്രയിച്ച്, ആ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആർക്കും ആ നിയമങ്ങളെ ലംഘിക്കുവാനാവില്ല. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസിനെ ലംഘിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. സയൻസ് പറയുന്ന മാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ലംഘിച്ചിട്ട് നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അരി വെള്ളത്തിലിട്ട് ചൂടാക്കിയാൽ ചോറാകും, അല്ലാതെ തണുപ്പിച്ചിട്ട് ചോറാക്കി കളയാമെന്ന് വെച്ചാൽ നടക്കില്ല. തണുപ്പിച്ച് ചോറാക്കണ്ടെങ്കിലും അവിടെ ഒരു സയൻസ് ഉണ്ടാകും. സയൻസ് ഉണ്ടെങ്കിലേ ചോറാവുള്ളൂ. വേറെ എന്തൊക്കെ സയൻസ് വേണം? തണുപ്പിച്ചിട്ട് വേറെ എന്തോ രാസപ്രവർത്തനത്തിലൂടെ ചോറിൻ്റെ ഘടന ഉണ്ടാക്കിയെടുക്കുക, അതും സയൻസാണ്. അപ്പോൾ സയൻസിനെ ലംഘിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതിനെ അതിക്രമിച്ചു പോകാനും ആ ബ്രഹ്മത്തെ, അതായത് ആ ജ്ഞാനത്തെ, എല്ലാം തികഞ്ഞ ആ ജ്ഞാനം, അത് ബ്രഹ്മത്തെ മറികടന്നു പോകാൻ ഒരാൾക്കും കഴിയില്ല. എല്ലാം അതിനധീനനായി കഴിയുന്നു. ഇനി ചില ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണ്. 9. ഒരേ അഗ്നി തന്നെയാണ് ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചത്. അഗ്നിയിൽ നിന്നാണ് ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. എന്താണ് അഗ്നി? ഊർജം. ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഊർജത്തെ ദ്രവ്യമായി മാറ്റാം, തിരിച്ചും ചെയ്യാം. ദ്രവ്യം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. അപ്പോൾ ഇതിൽ നിന്നാണ് ഉണ്ടായത്? ഊർജത്തിൽ നിന്നാണ്, അഗ്നിയാണ്. ഒരേ അഗ്നി തന്നെയാണ് ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതിന് യാതൊരു ഭേദഭാവവുമില്ല. അഗ്നിക്കെന്തില്ല? ഭേദഭാവങ്ങളില്ല. അതാര് ഭക്ഷണം പ്രിപ്പയർ ചെയ്താലും അഗ്നി ഭക്ഷണം ചോറുണ്ടായിക്കോളും. അതിപ്പോൾ ഇന്നാക്കി ഉണ്ടാക്കുന്നൊന്നുമില്ല. ഹിന്ദു എന്ന് പറഞ്ഞ് അടക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് ചെയ്താലും ഭേദഭാവം നമ്മളെ അജ്ഞതയാണ്. എന്നാലും സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറയുകയാണ്. നമ്മളെ ഭാരതീയർക്ക് ഹിന്ദു എന്ന് പറയുന്നത്, ഭാരതീയർ ചോറുണ്ടാക്കുമ്പോൾ അഗ്നി ചോറുണ്ടാക്കും. എന്നാൽ ഒരു അമേരിക്കക്കാരന് തോന്നിയാണ് ഒരു ചോറുണ്ടാക്കണമെന്ന് വെച്ചാൽ അവിടെ ചോറുണ്ടാക്കിയാൽ അഗ്നി അത് പറ്റൂല, ഇത് ഭാരതീയർക്കേ ഞാൻ ഉണ്ടാക്കൂ എന്നൊന്നും പറയില്ല. അഗ്നി അവിടെയും ചോറുണ്ടാക്കും. അപ്പം അഗ്നിക്ക് ഭേദഭാവമില്ല. എങ്കിലും സ്വകാര്യത്തിൽ ജ്വലിക്കുമ്പോൾ, എന്നാൽ അതും ഓരോ പ്രത്യേക രൂപത്തിൽ ജ്വലിക്കും. ചിലപ്പോൾ ചൂടായിട്ട് വരും, ചിലപ്പോൾ പ്രകാശമായിട്ട് വരും, ചിലപ്പോൾ വൈദ്യുതിയായിട്ട് വരും. ആ സ്വരൂപത്തിൽ ജ്വലിക്കുമ്പോൾ ആധാരഭൂതമായ വസ്തുവിനെ പോലെ ആകാരത്തോടു കൂടി കാണപ്പെടുന്നു. പക്ഷേ
വസ്തുക്കൾ പല രൂപത്തിൽ, ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയെങ്കിൽ അത് പല രൂപത്തിലാവും മാറുന്നത് പോലെ, സ്വർണം വളയും മാലയും എല്ലാമായി മാറുന്നത് പോലെ അതും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ അത് വെളിച്ചമായിട്ട് പുറത്തു വരും, ചിലപ്പോഴത് തീ രൂപത്തിൽ വരും, ചിലപ്പോൾ വിദ്യുത് രൂപത്തിൽ വരും, ചിലപ്പോൾ കെമിക്കൽ രൂപത്തിൽ വരും. അങ്ങനെ പല രൂപത്തിലും അത് പ്രകടമാകും. അതേപോലെ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമേശ്വരൻ. അപ്പോൾ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മം, ആ പരമേശ്വരൻ, അത് തന്നെയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമേശ്വരൻ ഏകനാണ്. അതാണ് എല്ലാറ്റിലുമുള്ള ഈശ്വരൻ. ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ഏകനാണ്. ആ പരമേശ്വരനാണ് ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അവന് ഉള്ളിലുള്ളതെല്ലാം പരമേശ്വരൻ തന്നെയാണ്. അവൻ ഏകനാണ്, ഒറ്റ ഈശ്വരനാണ്. അതാണ് ഒറ്റ ഈശ്വരൻ, അതാണ് ആ ബ്രഹ്മം. അതിന് ഭേദഭാവമില്ല, അതിന് ഒരിക്കലും ഭേദഭാവമില്ല. പക്ഷേ ഭിന്ന ജീവികളിൽ അത് ഇരുന്നിട്ട് അതിൻ്റെ രൂപത്തിൻ്റെ സ്വഭാവങ്ങൾ പ്രകടമാകും. അതുകൊണ്ടാണ് ചിലവർ ഉള്ളിലിരുന്നിട്ട് ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. എന്തുകൊണ്ട്? അവനിൽ മായയാൽ അവനെ പലതാക്കി തിരിച്ചിട്ടുണ്ട്. ആ ശക്തി നമ്മളറിയാതെ തന്നെ അത് പലതാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മളതിൽ കബളിപ്പിക്കപ്പെടുകയാണ്. അത് തന്നെയാണ് പലതായിട്ട് പല സ്ഥലത്തും പല രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. അത് മായയാൽ സംഭവിക്കുന്നതാണ്. ആ ജീവികൾക്ക് അനുരൂപമായ രൂപത്തിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഓരോ ജീവിയിലും അത് ഒരു ഹിന്ദു എന്ന് പറയുന്നവനിൽ കയറിയിട്ട് ഹിന്ദുവിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ ഒരു മുസ്ലിം കയറിയിട്ട് മുസ്ലിമിൻ്റെ സ്വഭാവം കാണിക്കുകയാണ്. അവരെല്ലാം മായയിലകപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ അതിനുള്ള ഈശ്വരൻ ഒന്നേയുള്ളൂ, പരബ്രഹ്മം. അത് അദ്ദേഹത്തിൻ്റെ മഹിമയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിങ്ങനെ ഓരോന്ന് കയറിയിട്ട് ഓരോ രൂപത്തിൽ കള്ളനായിട്ടും പോലീസും എല്ലായിട്ട് അത് തന്നെയാണ് വരുന്നത്. അതതിൻ്റെ മഹിമയാണ്, അതിൻ്റെ ഒരു ലീല. പിന്നെ പറയുന്നുണ്ട് ഇതെല്ലാം അതിൻ്റെ ഒരു ലീലയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ മഹിമ, എന്നാൽ അതിൻ്റെ ശരിയായ മഹിമ ഈ പലതായിട്ട് വേഷം കെട്ടി വരലല്ല. അനന്തമായ ശക്തിയുടെ അനന്തമായ ഒരു ശക്തിയാണ്. ആ അനന്തമായ ശക്തിയുടെ മഹിമയുടെ ഒരു ചെറിയ കണമാണ് ഇവിടെ ഈ ബ്രഹ്മാണ്ടമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മനുഷ്യരിലുള്ള ഈ മഹിമ എന്ന് പറഞ്ഞില്ലേ, ഓരോന്നിൽ കയറിയിട്ട് ഓരോ രൂപത്തിൽ അത് കയറി വരുന്നത്. അതായത് ഇപ്പം മോഹൻലാലിനെ നമ്മൾ എന്തോ ഒരു വികാരം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണത്? ഓരോ കഥാപാത്രമായിട്ട് അവൻ പല രൂപത്തിൽ അദ്ദേഹം വന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ ആകൃഷ്ടരാകുന്നത്. അതുപോലെ തന്നെ ഈ ബ്രഹ്മവും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിലും ആയിട്ട് പട്ടിയും പൂച്ചയും എല്ലാം ആയിട്ട് വന്നിട്ട് പല രൂപത്തിൽ കളിക്കുമ്പോൾ നമ്മളതിൻ്റെ മഹിമ മനസ്സിലാക്കുന്നു. മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ എല്ലാം മഹിമ മനസ്സിലാക്കുന്നത് പോലെ ഇവിടെയും അത് പല ജീവജാലങ്ങളായിട്ട് പ്രകടമാകുമ്പോൾ നമ്മളതിൻ്റെ മഹിമ മനസ്സിലാക്കും. പക്ഷേ ഈ മഹിമ എന്നത് ആ ശക്തി എന്ന് പറഞ്ഞാൽ എത്രയോ അകലത്തിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള അപാരമായ മഹിമയുള്ള ആ ശക്തിയുടെ ഒരു കണത്തിൻ്റെ അംശം മാത്രമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. നമ്മൾ ഈ പ്രപഞ്ചം 14 ലോകങ്ങളും ആ മഹിമയുടെ ഒരു വലിയൊരു മഹിമയുടെ ഒരു കണത്തിൻ്റെ അംശം മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള ജീവികളാണല്ലോ നമ്മൾ. അപ്പോൾ അത് ഒന്നും തന്നെയല്ല. ആ ശക്തി അങ്ങനെ മനസ്സിലാക്കണം. ഇനി 10 ഒരേ വായു തന്നെ അവ്യക്ത രൂപത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഒരേ വായു തന്നെ നമ്മളിലുണ്ട്. നമ്മളിലിരിക്കുമ്പോൾ നമ്മളുടെ രൂപത്തിലുള്ള വായു ഏതാണ്? മനുഷ്യരൂപത്തിലാണ്. എന്നാൽ പട്ടീൻ്റെയിലും ഉണ്ട് അതേ വായു, വെള്ളത്തിലും ഉണ്ട് അതേ വായു, എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് വായു. എങ്കിലും അതിലിരിക്കുമ്പോൾ എല്ലാം ഒരേ വായു ആണെങ്കിലും അതിലിരിക്കുമ്പോൾ
അതിൻ്റെ ഗതിയും ശക്തിയും അത് പ്രകടമാക്കുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു ബലൂണിൽ ഒരു ടയറിൽ രണ്ടിലും കാറ്റ് നിറച്ചിരിക്കുക, വായിരിക്കുകയാണ്. പക്ഷേ ബലൂണിനെ നമ്മളൊന്ന് കുറച്ച് ശക്തിയിൽ അമർത്തിയാൽ അത് പൊട്ടിപ്പോകും. എന്നിട്ട് ടയറിൻ്റെ അകത്താണെങ്കിൽ എത്ര വെയിറ്റ് കയറ്റിയാലും ആ ടയർ അങ്ങനെ കിടക്കുകയാണ്, അതിൻ്റെ അകത്തുള്ള വായു പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം രണ്ടും വായു തന്നെയാണ്. എന്താ വ്യത്യാസം? ആ വസ്തുവിൻ്റെ സ്വഭാവം ആ വായു പ്രകടമാക്കുന്നു. അല്ലാതെ എല്ലായിടത്തും വായു ഒരേ സ്വഭാവം കാണിക്കില്ല. ബലൂണിലെ വായുവിന് അത്ര താങ്ങാനേ കഴിയുള്ളൂ, പെട്ടെന്ന് അമർത്തിയാൽ പൊട്ടിപ്പോകും. പക്ഷേ ഒരു ടയറിൻ്റെ അകത്താണ് വായു ഉള്ളതെങ്കിൽ അത് മസിൽ പിടിച്ചിട്ട് എത്ര വെയിറ്റും അതിൻ്റെ അകത്ത് ടണ്ണ് കണക്കിന് വെയിറ്റ് അതിൻ്റെ മേലെ കയറ്റി ലോറിയിലൂടെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഗതിയും ശക്തിയും പ്രകടമാക്കുന്നു. അതേപോലെ എല്ലാ ജഡങ്ങളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം ഉള്ളിരിക്കുന്ന പരമാത്മാവ് ഒന്നെങ്കിലും എല്ലാറ്റിലും ഇരിക്കുന്ന ബ്രഹ്മം, കാരണം ആ പരമാത്മാവാണ് എല്ലാമായി മാറിയത്, എങ്കിലും അത് ഓരോ ജീവികളുടെയും സ്വഭാവങ്ങൾ പ്രകടമാക്കും. അത് ഹിന്ദുവിൽ ഇരിക്കുമ്പോൾ ഹിന്ദുവിൻ്റെ സ്വഭാവം കാണിക്കും, ക്രിസ്ത്യാനിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ക്രിസ്ത്യാനിൻ്റെ സ്വഭാവം കാണിക്കും. എല്ലാം അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കത് തിരിച്ചറിയുന്നില്ല. വേദം സനാതനധർമ്മം എന്ന് പറയുന്നു, ഈ തത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഈ തത്വം മനസ്സിലാക്കിയാലേ വേദവാദിയാകാൻ പറ്റുള്ളൂ. എല്ലാത്തിലുള്ളത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുള്ളവനെ ആത്മീയത, സനാതനധർമ്മം പറയുന്ന ആത്മീയത മനസ്സിലാവുകയുള്ളൂ, ആത്മതത്വം മനസ്സിലാവുകയുള്ളൂ. അതാണ് വേദങ്ങളുടെ ആത്മതത്വം. എങ്കിൽ അത് അതിനും അപ്പുറമായി ബാഹ്യമായും ആന്തരികമായി സ്ഥിതി ചെയ്യുന്നു. എന്നാലും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ആ വായു അതിൻ്റെ അകത്തും വെല്ലുവിളിൽ മാത്രമല്ല ഉള്ളത്, ഇങ്ങനെ സർവത്വം വ്യാപിച്ചു കിടക്കുന്നത് പോലെ ഈ ഓരോ ജീവജാലങ്ങളിലുമുള്ള പരമാത്മാവ് അതുമാത്രമല്ല, അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിന് ഇതിലേക്ക് ഒതുക്കി ചിന്തിക്കരുത്. ഇനി 11, ഒരേ സൂര്യൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. ഒരു സൂര്യനാണ് എല്ലാ പ്രപഞ്ചത്തെയും, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. ജീവികളുടെ കണ്ണുകളെ സഹായിക്കുന്നു. എന്നിട്ട് ആ വെളിച്ചം നൽകിയിട്ട് സ്ത്രീകൾക്ക് കണ്ണ് സഹായിക്കുന്നു, കാണാൻ സഹായിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും കാണാൻ സഹായിക്കുന്നു. അതിലൂടെ ആ ജീവജാലങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ട് അതിനനുസരിച്ച് ആ ഒരു ചെടി വളർന്ന് പോയി അതിന് വളലിട്ട് കൊടുത്ത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളുമായി സൂര്യന് ഒരു ബന്ധവുമില്ല. എന്നാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളുമായി, അവൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനെ കൊണ്ട് കണ്ടിട്ട് അവൻ പോയി കർമ്മം ചെയ്യുകയാണ്. പക്ഷേ ഈ ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് ആർക്കൊരു ബന്ധവുമില്ല. സൂര്യനൊരു ബന്ധമൊന്നുമില്ല. സൂര്യനൊന്നുമല്ല കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യുന്നത് നമ്മളാണ്. അവൻ്റെ സഹായം ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന് അവനൊരു പങ്കും ഇല്ല. അതുപോലെ അന്തരാമിയായ പരമേശ്വരനും ഏകനാണ്. അതായത് നമ്മളുടെ ഉള്ളിലും എല്ലാവരിലുമുള്ള പരമേശ്വരൻ ഏകനാണ്. അതിൻ്റെ ശക്തിയാൽ തന്നെയാണ് സകല ജീവജാലങ്ങളുടെയും മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നെല്ലാം പ്രവർത്തിക്കുകയും ആ ഒരു പരമേശ്വരൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ള എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയും അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ സുഖദുഃഖ ഫലങ്ങൾക്കൊന്നും അവന് ഒരു ബന്ധവുമില്ല. ഇപ്പം സൂര്യന് നമ്മൾ ചെയ്യുന്ന ആ വെളിച്ചം ഉപയോഗിച്ചിട്ട് കണ്ടിട്ട് ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പോലെ ആ പരമേശ്വരനും നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന അവനാണെങ്കിലും ആ പരമേശ്വരന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മൾ തമ്മിൽ തല്ലും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നെല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലുന്നു. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ജയിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. എന്നാലും ആ ശരീരത്തിൻ്റെ സ്വഭാവമാണ് അവൻ കാണിക്കുന്നത്. അവൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വഭാവം അവൻ കാണിക്കുന്നത്. അവർ ഈ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നത് അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അത് ആ സ്വഭാവം കാണിക്കും. ഉദാഹരണമായിട്ട് മോഹൻലാൽ ഒരു വില്ലൻ്റെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ വില്ലൻ്റെ വേഷത്തിൽ അഭിനയിക്കും.
നല്ല സ്വഭാവ നടൻ്റെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ അതുമാതിരി അഭിനയിക്കും. അതിന് മോഹൻലാലിന് എന്തോ ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല. യഥാർത്ഥ മോഹൻലാലിന് ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ ഈ ബ്രഹ്മമാണ് ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും എല്ലാം വന്നിട്ട് തമ്മിത്തടിപ്പിക്കുന്നത് അവരുടെ സ്വഭാവം വെച്ച്. പക്ഷേ അതിനോ അവരുടെ കർമ്മഫലങ്ങൾക്കോ സുഖദുഃഖങ്ങൾക്കോ ആ പരമാത്മാവിന് ഒരു ബന്ധവുമില്ല. കാരണം അത് എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ടാണ് നിൽക്കുന്നത്. അത് എല്ലാത്തിലും അത് തന്നെയാണ് എല്ലാമായി മാറിയത്. അതിൽ നിന്നുകൊണ്ട് അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിന് ആ സംഭവങ്ങളായിട്ട് ഒരു ബന്ധം ഇല്ല. ഇനി 12, എല്ലാറ്റിൻ്റെയും അന്തരാമിയായി ഇരുന്നു കൊണ്ട് അദ്വിതീയനും. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ അത് തന്നെയാണുള്ളത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാറ്റിൻ്റെയും ഉള്ളിൽ അതാണ്. എല്ലാമായി മാറിയത് അതാണ്. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് അതാണ്. അദ്വിതീയനാണ്. അതിന് രണ്ടിൽ ഭേദഭാവമില്ല. അവന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഉള്ള ഒരു വ്യത്യാസവും അതിനില്ല. ആ പരമാത്മാവിന് അത് സ്വതന്ത്രനാണ്. അത് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് സ്വതന്ത്രനാണ്. അത് ഒന്നിലും തലയിടില്ല. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ അതിന് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. അതിനാരോടും ചോദിക്കണ്ട, എന്തും ചെയ്യും. അത് സ്വതന്ത്രനുമാണ്. അത് ദേവമനുഷ്യാദികളെയെല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം സ്വതന്ത്രനായിട്ട് ഇവിടെ എന്തെല്ലാമായിട്ട് മാറിയിട്ടുണ്ടോ അതിനെയെല്ലാം അതിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ദേവന്മാരെ അടക്കം അതിൻ്റെ നിയന്ത്രണമാണ്. വിഷ്ണു, മഹേശ്വരൻ എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ദേവന്മാരും ദേവിമാരും എല്ലാം അവരെ എല്ലാം അതിൻ്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുകയാണ്. മനുഷ്യരും ദേവന്മാരും അല്ല. അപ്പം നമ്മളെപ്പോലെ തന്നെയാണ് ദേവന്മാർ. അവരുടെ അവസ്ഥയും കഷ്ടമാണ്, കഷ്ടപ്പുകയാണ്. നമ്മളെപ്പോലെ തന്നെ ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും ശിവനായാലും ഗണേശനായാലും മുരുകനായാലും എല്ലാവരും ദേവീ ദേവന്മാരെല്ലായാലും അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കിടന്ന് കളിക്കുകയാണ്. അവരെല്ലാം ഓരോ കർമ്മങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ട് പോയിക്കൊള്ളുക. വേറെ പരിപാടിയൊന്നും അവിടെ നടക്കില്ല ആ ശക്തിക്ക് മുമ്പിൽ. അതുകൊണ്ട് മനുഷ്യന്മാരെയെല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ഏകനായ പരമേശ്വരനെ പരമേശ്വരൻ്റെ അപാരമായ ലീലയാലുള്ള ശക്തിയാലുള്ള ലീലകളുടെയാണ്, അതായത് പല രൂപത്തിൽ ആയത്. അദ്ദേഹത്തിൻ്റെ ഒരു ലീല. അദ്ദേഹം പല രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷമായിട്ട് ദേവന്മാരും ദേവിമാരും പട്ടികളും പൂച്ചകളും മനുഷ്യരും എല്ലാമായിട്ട് ഒരു ലീല കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു കഥാകൃത്ത് ഒരു നാടകം, ഒരു സംവിധായകനും കഥാകൃത്തും കൂടിയിട്ട് ഒരു നാടകം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറേ ആളെ എടുത്തിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നത് പോലെ ആ ശക്തി തന്നെ എല്ലാ ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും പട്ടിയായും പൂച്ചയായും അർത്ഥമുള്ള സ്ത്രീ അർത്ഥമില്ലാത്ത സ്ത്രീ എല്ലായിട്ട് വന്നിട്ട് അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് എന്തെല്ലോ വേലകൾ കാട്ടിക്കൂട്ടിയിട്ട് ആ ഉണ്ടാക്കിയ ജീവിക്കനുസരിച്ച്, അതായത് നാടകകൃത്ത് കഥാപാത്രം ഏത് രൂപത്തിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് അവൻ അഭിനയിക്കും. അതുമാതിരി എല്ലാം അഭിനയിച്ചിട്ട് പല രൂപത്തിലായി തീർന്നിട്ട് വിലസുന്നത് ആ നിർഗുണമായ ബ്രഹ്മമാണെന്ന് ഏതൊരു ജ്ഞാനി മനസ്സിലാക്കുന്നുവോ ആർക്കാണ് ഈ സത്യം മനസ്സിലാകുന്നത്? എല്ലാറ്റിലുള്ളത്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സ്ത്രീ ആയാലും ആർത്തവമായ ഉള്ള സ്ത്രീ ആയാലും എല്ലാത്തിലുള്ളത് ആ ശ്രീ ഈശ്വരനാണെന്നും അതിനൊരു ഭേദഭാവവുമില്ല എന്നും ആകെ സത്യമായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം, ഞാനും അതാണെന്നുള്ള സത്യം ആര് മനസ്സിലാക്കുന്നുവോ അവന് മാത്രം സനാതനമായ പരമാനന്ദം ലഭിക്കും. സനാതനമായ പരമാനന്ദം, സനാതനം എന്നെന്നും നിൽക്കുന്ന പരമാനന്ദം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജ്ഞാനമാണ്, ആ ബ്രഹ്മജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം എന്ന് 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുവോ അപ്പോൾ പിന്നെ നമുക്ക് ഭേദഭാവമില്ല. നമുക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പട്ടി എന്നോ ആർക്കുള്ള സ്ത്രീയോ തൊട്ടാൽ അശുദ്ധമാവും ഇന്നത്തെ ഒരു ചിന്തയും നമുക്ക് ഇല്ലാതെയായി മാറും. കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ ദർശനം. അതാണ് സനാതനമായ പരമാനന്ദം, സനാതന ധർമ്മം എന്ന് തന്നെ പറയാം. ഇപ്പം സനാതന ധർമ്മവും പറഞ്ഞിട്ട് പിന്നെ
ഞാൻ ഇത് മറ്റേ നിൻ്റേത് വേറെ എൻ്റെ മറ്റേ ധർമ്മം എന്നൊന്നും പറയാൻ അജ്ഞാനികളെ പറയുകയുള്ളൂ. ഇനി 13, യാതൊന്ന് സമസ്ത ഭൂതലത്തിലെ ജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുകയും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് യാതൊന്ന് സ്വയം ഏകനായിരിക്കുന്നു. അവൻ ഏകനാണ്. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ് ഏകനാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഭോഗങ്ങൾക്കായുള്ള കർമ്മങ്ങൾ വിധാനം ചെയ്യുകയും, അപ്പോൾ അവൻ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ കർമ്മങ്ങൾ വിധാനം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എന്നിലിരുന്നു കൊണ്ട് ആ ശക്തി പറയുകയാണ്, നീ ഇപ്പം യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. വേറെടുത്ത് വേറെ എന്തോ നടക്കുന്നുണ്ടാവും, അവിടെ അവൻ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പം എല്ലാവരിലും ഇരുന്നു കൊണ്ട് ഭോഗങ്ങൾക്കായിട്ടുള്ള ഒരു സുന്ദരമായ ഭോഗലോകം ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നു. ആ അന്തരാമിയായ പരമേശ്വരനെ ആർ മനസ്സിലാക്കുന്നുവോ, ആരദ്ദേഹത്തെ ഉള്ളിൽ അതേ രൂപത്തിൽ ദർശിക്കുന്നുവോ, അവന് മാത്രം സനാതനമായ പരമാനന്ദം ലഭിക്കും. സനാതനമായ പരമാനന്ദം, അതാണ് സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തത്വം. ഈ തത്വം മനസ്സിലാക്കുന്നതിന് ശാന്തി കിട്ടും. ഒന്ന് മനസ്സിലാക്കുക, ആ ഈശ്വരനാണ് എല്ലാ ജീവജാലങ്ങളുമായിട്ട് വന്നിട്ട്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പട്ടിയായാലും പൂച്ചയായാലും ആർത്തവുള്ള സ്ത്രീ ആയാലും അല്ലെങ്കിലും പല രൂപത്തിൽ വന്നിട്ട് അവൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവൻ തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്. അവൻ തന്നെയാണ് അവൻ വിഭാവനം ചെയ്യുന്ന തരത്തിൽ എല്ലാവരെ കൊണ്ടും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത്. ഈ സത്യം ആര് മനസ്സിലാക്കുന്നു? അപ്പം പിന്നെ എന്തില്ല? തൊട്ടുകൂടായ്മയില്ല. മനസ്സിലാക്കുന്നവന് തൊട്ടുകൂടായ്മയില്ല. ആർത്തവുള്ള സ്ത്രീയായാലും എല്ലാം ആയാലും എല്ലാം ബ്രഹ്മമാണ്. പട്ടിയായാലും പൂച്ചയായാലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എല്ലാം ആയാലും അത് ബ്രഹ്മം തന്നെയാണ്. അവൻ പല രൂപത്തിൽ വന്നിരുന്ന് കളിക്കുകയാണ്, നമ്മളും അതിൻ്റെ അകത്തുപെട്ട് കളിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കുന്നവന് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ബ്രഹ്മത്തെ തന്നെ മനസ്സിലുകൊണ്ട്, നീയാണല്ലോ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, ഞാനിത് അപ്ലോഡ് ചെയ്തേക്കാമേ, ഇതെൻ്റെ ജോലിയാണല്ലോ, ഞാൻ ചെയ്തേക്കാം എന്ന ചിന്താഗതിയോട് ചെയ്യുമ്പോൾ സനാതനമായ പരമാനന്ദം ലഭിക്കും. സനാതനമായി എന്നെന്നും ശാന്തി ലഭിക്കുന്ന ആ ശാസ്ത്രതത്വം മനസ്സിലാക്കുക. പരമാനന്ദ സനാതന ധർമ്മം, ആ എല്ലാം ആ ശക്തിയാണ് എന്ന ധർമ്മം നമ്മൾ മനസ്സിലാക്കുന്നു. അവന് മാത്രം സനാതനമായ ശാന്തി ലഭിക്കും, പരമാനന്ദം ലഭിക്കും. എല്ലാ ജ്ഞാനവും മനസ്സിലാക്കുന്നവൻ എന്തായിരിക്കും? നല്ലൊരു പരമാനന്ദമായിരിക്കും. ഇപ്പോൾ ഒരു നാടകത്ത് സംവിധാനം കൂടി അവൻ്റെ ഭാവനക്കനുസരിച്ച് കുറേ ആളെ വെച്ച് കുറേ കളിയെല്ലാം കഴിച്ചിട്ട് ആ നാടകം വിജയിക്കുകയാണെങ്കിൽ അവനൊരു രസം. ഈ കളിയെല്ലാം കണ്ടിട്ട് ഇരിക്കുമ്പോൾ ഒരു രസം. എന്താ കിട്ടും? ഒരു രസമേ കിട്ടും. കഥാകഥ പണം കിട്ടും, അത് വേറെ. സാധാരണ നിലയിൽ അവൻ്റെ ആ സംരംഭം വിജയിക്കുമ്പോൾ അവനൊരു സന്തോഷം. ആ സന്തോഷമാണ് പരമാനന്ദമായ സന്തോഷം. അല്ലാതെ അതിൻ്റെ അകത്ത് അടിപിടി കൂടിയാലെ പറ്റിയൊന്നും അവനൊരു ബോധമില്ല. ചിലപ്പോൾ അതിനകത്ത് ഒരാളെ കൊന്നിട്ടുണ്ടാവും, നല്ല ആൾ ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാവും മറ്റവൻ്റെ ഒറ്റയിട്ടിട്ട്. പക്ഷെ കഥാകൃത്തിന് സന്തോഷമാണ്, അവൻ വിഭാവന ചെയ്ത് ഇങ്ങനെ തന്നെ എല്ലാം നടക്കണമെന്നാണ്. അതുപോലെ തന്നെയാണ് പരമാത്മാവും എന്ത് ചെയ്യുന്നത്? നമ്മളെയെല്ലാം വെച്ചുകൊണ്ട് ഈ കളി കളിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് സനാതനമായ പരമാനന്ദം.